പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ വോയേജർ ഗ്രാമിൻ്റെ 14 ദിവസത്തെ ആഗ്രയും ഡൽഹിയും കശ്മീരും ട്രിപ്പിലാണ്. അപ്പോൾ നമ്മൾ 30ഓളം പേരടങ്ങുന്ന ഗ്രൂപ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഡൽഹിയിലെ ആദ്യത്തെ ദിവസമുണ്ട്. ഇന്നലെ നമ്മൾ അതായത് വ്ലോഗ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആളുകൾ നമ്മളിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നു. ആഗ്രയിൽ താജ്മഹൽ, ആഗ്ര ഫോർട്ടും കണ്ട് ഇപ്പോൾ നമ്മൾ ഡൽഹിയിലെത്തി. ഡൽഹിയിൽ കുത്തബ് മിനാറിൻ്റെ മുന്നിലാണുള്ളത്. കുത്തബ് മിനാർ, അതായത് കുത്തബ് മിനാർ ഹിസ്റ്ററി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. നമ്മൾ ആൾക്കാരെയും കൊണ്ട് പോവാണ്. മംലൂക്ക് രാജവംശത്തെക്കുറിച്ച്, തുഗ്ലക് രാജവംശത്തെക്കുറിച്ച്, ഗോറി സാമ്രാജ്യത്തെക്കുറിച്ച്, ലോധി സാമ്രാജ്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ മംലൂക്ക് രാജവംശത്തിലെ ആദ്യത്തെ നേതാവായിരുന്നു ആര്? കുത്തുബുദ്ദീൻ ഐബക്ക്. ആ കുത്തുബുദ്ദീൻ ഐബക്ക് ശിലാസ്ഥാപനം കഴിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു മോണ്യുമെൻ്റാണ് ഈ കാണുന്ന കുത്തബ് മിനാർ. കുത്തബ് മിനാർ 5 നിലകളോട് കൂടിയുള്ള ഏകദേശം 75.2 നീളമുള്ള ഒരു മോണ്യുമെൻ്റാണ്. ആദ്യത്തെ ശിലാസ്ഥാപനം നടത്തിയത് കുത്തുബുദ്ദീൻ ഐബക്ക് ആണെങ്കിലും അതിൻ്റെ പണി കഴിപ്പിക്കുന്നത് ഷംസുദ്ദീൻ ഇൽത്തുമിഷ്, അദ്ദേഹത്തിൻ്റെ അരുമ ശിഷ്യനും മരുമകനുമായിരുന്നു ഷംസുദ്ദീൻ ഇൽത്തുമിഷാണ്. നമ്മളത് കാണാൻ വേണ്ടി വന്നതാണ്. കഥ പറഞ്ഞ് നീട്ടിപ്പിക്കണില്ല. ഇവിടെ നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ കാസിം കണ്ട്. കാസിം 2 വാക്ക് സംസാരിക്കും. ഹലോ, ഷഫീഖ് ഭായിയുടെ കൂടെയുള്ള ഞങ്ങളുടെ യാത്ര വളരെ ആനന്ദകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ 2ാമത്തെ ദിവസം. ഇന്നലത്തെ അക്കോമഡേഷൻ ആണെങ്കിലും അതിഗംഭീരമായിരുന്നു. ഇന്ന് ഡൽഹി സ്റ്റൈലിലുള്ള നല്ല ഭക്ഷണം, നല്ല രീതിയിൽ പോഹ, ആലു പൊറോട്ട അങ്ങനെയുള്ള വിഭവങ്ങളുമായിട്ട് അതുമായിട്ട് വളരെ എൻജോയ് ചെയ്തു. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ വെള്ളമാണ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതായി നമ്മുടെ 2 വാക്ക് സംസാരിച്ചോളി, ഒന്ന് പരിചയപ്പെടുത്തിക്കോളി. നമ്മളെ അബ്ദുമാഷാണ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങളുടെ യാത്രയുടെ 4th ഡേ ആണ്. ഇപ്പോൾ ഞങ്ങൾ പാക്കേജിൽ ഫസ്റ്റ് കുത്തബ് മിനാർ കാണാൻ വന്നിരിക്കുകയാണ്. നല്ലൊരു അനുഭവമാണ്. അപ്പോൾ ഷഫീഖിന് ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. ഞങ്ങളെ ബ്രദറിനെ പോലെ, മകനെ പോലെ അവൻ എല്ലാറ്റിലും ഓടി നടന്ന് ഞങ്ങൾക്ക് എല്ലാ സൗകര്യവും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിശ്വസിച്ച് നമുക്ക് യാത്ര ചെയ്യാം. അവർ പറയുന്ന പോലെ ഒറ്റക്കായും ഫാമിലിയൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയൊരു പാക്കേജ് തരാൻ പറ്റില്ല. നമ്മളൊരു ഫാമിലി ട്രിപ്പാണ്. ഓക്കെ, എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാനും ഭാര്യയും എൻ്റെ 2 കുട്ടികളും കൂടെ ഉണ്ട്. ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ നിന്ന് പരിചയപ്പെട്ടവരൊക്കെ ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു ഫാമിലി പോലെയാണ്. എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. ഇനി മുന്നോട്ട് ഇതുപോലെ കിട്ടുമെന്ന് കരുതട്ടെ. ഓക്കെ, താങ്ക് യു ഷഫീഖ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൂടെ വന്ന ആളുകൾക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ നേരെ പോലെ പോയിക്കോളി. ബാക്കി ആൾക്കാരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ട്. ഇനി നമ്മുടെ ക്യാമറമാനായിട്ടുള്ള ഇത് നമ്മുടെ കൂടെ വന്ന ആളാണ്. 2 വാക്ക് സംസാരിക്കും. എനിക്ക് അത്ര മലയാളം അറിയില്ല, ബട്ട് ഐ എം ഫ്രം കൂർഗ്. ഞാനും എൻ്റെ ഭാര്യയാണ് ഈ പാക്കേജിൽ വന്നത്. ഈ പാക്കേജ് ഞങ്ങൾ 4th ഡേ ആണ്. മാഷാല്ല, നല്ല പാക്കേജാണ്. പിന്നെ ഷഫീഖ് ഭായ് നല്ല അടിപൊളി ഗൈഡ് ആക്കിയാണ്, നല്ല അടിപൊളി ആക്കിയിട്ട് പാക്കേജ് തന്നിന്. സൂപ്പർ, മാഷാല്ല. റൂംസ് എല്ലാം അടിപൊളി, നല്ല റൂംസാണ്. ഫുഡെല്ലാം അടിപൊളി, നല്ല ഫുഡ്. ഫോട്ടോസ് എല്ലാം അടിപൊളിയാ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കൂടെ വന്ന ആൾക്കാർ പറയാനുള്ളത്. ഇനി നമ്മൾ നേരെ ബാക്കി ഫോട്ടോ സെഷനിലേക്ക് കിടക്കണം. ഓക്കെ, നമ്മൾ കൂടെ വന്ന ആളുകളെയും കൊണ്ട് നമ്മളിങ്ങനെ ഇവിടെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അലൈമിനാറും കുത്തുബ് മിനാറും കുത്തുബ് കോംപ്ലക്സും കുവ്വത്തുൽ ഇസ്ലാം മോസ്കും അയൺ പില്ലറും എല്ലാം കാണുന്ന ഒരു അടിപൊളി കുത്തുബ് മിനാർ ടൂറാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഇന്നിപ്പോൾ പോകുന്നത്, ഇന്നിപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. റൂംസും കാര്യങ്ങളൊന്നും കുഴപ്പങ്ങളൊന്നുമില്ല. അതായത് വേണ്ട, ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഇവിടെ. ഇന്ന് നമ്മളിപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ കുത്തുബ് മിനാർ, ലോട്ടസ് ടെമ്പിൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകും മലബാർ കേരള ഹൗസിക്ക്. അതിനുശേഷം പിന്നെ നമ്മൾ നേരെ വീണ്ടും കാഴ്ചകളിലേക്ക് ഇറങ്ങും, അതായത് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ. അതിനുശേഷം പിന്നെ നമ്മൾ നേരെ എന്ത് ചെയ്യും? ഇന്ത്യ ഗേറ്റ്. ഓക്കെ, എങ്ങനെയുണ്ട്? പിന്നെ പറയണ എങ്ങനെയുണ്ട്? നമ്മളിപ്പോൾ എവിടെയുള്ളത്? കുത്തബ് മിനാർ. എങ്ങനെയുണ്ട് കുത്തബ് മിനാർ? പഴയ പോലെ തന്നെയാണോ? ഹാപ്പിയാണോ? അപ്പോൾ ഇനി നമ്മൾ നേരെ ഇവിടെ എങ്ങനെയുണ്ട്? കുത്തബ് മിനാർ എങ്ങനെയുണ്ട്? എന്താ
രണ്ടു വാക്ക് സംസാരിച്ചോളൂ. എന്താ സംസാരിക്കേണ്ടത്? പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് സിദ്ദീഖ്, ഫ്രം ഞാൻ കോട്ടയം. നിങ്ങളുടെ അടുത്ത് വന്നോളി. കുത്തുബിനാറിലാണ്, നോക്കി കുത്തുബിനാറാണ് ഈ കാണുന്നത്. അപ്പൊ നമ്മളിപ്പോ എവിടെയാണ്? കുത്തുബിനാർ എന്നുണ്ടാക്കിയത്? ശിലാസ്ഥാപനം കഴിച്ചതെന്നാ ഞാൻ പറഞ്ഞൊരു കഥ. 1199 ആര്? ഷംസുദ് ഇൽത്തുമിഷ്. കുത്തുബിനാർ, കുത്തുബുദ്ദീൻ ഐബക്ക് ആരാണ്? കുത്തുബുദ്ദീൻ ഐബക്ക് 1199 എന്തിട്ടുള്ളത് ഇതിന്റെ ശിലാസ്ഥാപനം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം പിന്നീട് വന്നത് ആരാണ്? അപ്പോ 1199 കുത്തുബുദ്ദീൻ ഐബക്ക് ശിലാസ്ഥാപനം കഴിച്ചിട്ടുള്ള കുത്തുബിനാർ അതിന്റെ കുവത്തുൽ ഇസ്ലാം മോസ്കിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ഓക്കെ, വേറൊരു കാര്യം പറഞ്ഞു, ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ സ്വന്തം ഖബർസ്ഥാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നേതാവ് ആരാണ്? ഷംസുദ്ദീൻ ഇൽത്തുമിഷി. അത് കുത്തുബുദ്ദീൻ ഐബക്കിന്റെ ആരായിരുന്നു? അരിമ ശിഷ്യനും മരുമകനുമായിരുന്നു. ഓക്കെ, അപ്പോൾ പിന്നീട് എന്ത് ചെയ്തു? സ്വന്തം പറയ്, നിങ്ങൾ കഥ ഫുള്ള് കേൾക്കണല്ലോ കേട്ടോ. ഇതിപ്പോ നമ്മൾ നിൽക്കണ എവിടെയാണ്? അല്ല, ഈ കോംപ്ലക്സിന് പറയുന്നത് എന്താ? കുവത്തുൽ ഇസ്ലാം മസ്ജിദ്. കുത്തുബ് കോംപ്ലക്സിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ഞാനും കൺഫ്യൂസ്ഡ് ആയി. ഓക്കെ, അപ്പോൾ ഇനി അപ്പുറത്തുള്ളത് സ്വന്തം, അതായത് സ്വന്തം ജീവനുള്ള സമയത്ത്, സ്വന്തം ആരോഗ്യമുള്ള സമയത്ത് സ്വന്തം ഖബർസ്ഥാൻ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് ഷംസുദ്ദീൻ ഇൽത്തുമിഷ്. ആ ഇൽത്തുമിഷിന്റെ ഖബർസ്ഥാൻ കാണാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ അങ്ങോട്ട് പോവാം. ഓക്കെ, പിന്നെ അലൈ മിനാർ കുറിച്ച് കേട്ടിട്ടില്ലേ? അവിടെ അല്ല, ഇവിടെ അവിടെയാണ് അലൈ മിനാർ. ഓക്കെ, ഇതിനും വലിയൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്തു. ഇതിനപ്പുറത്ത് പണി തീരാത്തൊരു സാധനം, അതാണ് അലൈ മിനാർ. പിന്നെ ആ കാണുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതേപോലെ ഇങ്ങനെ ഇതൊക്കെ 1300 സംതിങ്ങുകളിൽ ഇടിമിന്നൽ ഏറ്റത് കൊണ്ട് പൊളിഞ്ഞു പോയതാണ്. പിന്നെ ആദ്യ കാലങ്ങളിൽ ഇതിന്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി എൻട്രൻസ് ഉണ്ടായിരുന്നു. ആദ്യ കാലങ്ങളിൽ വെച്ചാൽ 2-3 വർഷം മുന്നൊന്നല്ല, കാലങ്ങൾക്ക് മുന്നേ മുകളിലേക്ക് കയറാൻ പറ്റില്ല. പക്ഷേ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഇപ്പം അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുകയില്ല. പിന്നെ പറഞ്ഞ ഏറ്റവും വലിയൊരു വേറെ സാധനമാണ് ഈ കാണുന്ന അയൺ പില്ലർ. ആ, പിന്നെ പ്രിയപ്പെട്ടവരെ, നമ്മളെ പുതിയ ആളാണ്, പരിചയപ്പെടുത്തിക്കോ. ഫ്രം കോഴിക്കോട്, കേരള. അപ്പോൾ നമ്മളിനി നേരെ നമ്മൾ കഴിഞ്ഞു പോണേ ലോട്ടസ് ടെമ്പിൾ പോകും. കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കും, അങ്ങനെ പോകും. ഇതാണ് നമ്മൾ ബസ്. ഓക്കെ, നമ്മളെ കൂടെ വന്ന ആൾക്കാരൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഒന്ന് ഹായ് പറയോ, ഹായ് പറയോ, ഒന്ന് ഹായ് പറയോ. മമ്മൂക്കയാണ്, മമ്മൂക്ക ലൈനിലുണ്ട്. ഒന്ന് ഹായ് പറഞ്ഞോളൂ. ഹായ് 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 ഹായ്. അവിടെ ഒന്ന് ഹായ് പറയൂ. അവിടെ ഹായ് 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 ഹായ്. അവിടെ ഉറങ്ങാ. അപ്പോ അടുത്തൊരു വീഡിയോയില് വീണ്ടും കാണാം.